എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്ക് പഴയ കാലത്തെ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിലേക്കായി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ എരിവിന് പാകത്തിനുള്ള വറ്റൽമുളക്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങി വെച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കും വേണം. ഇനി വീണ്ടും കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം, പിന്നെ കടലപ്പരിപ്പ് ഞാൻ 2 ടീസ്പൂൺ എടുത്തു കേട്ടോ. 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് മുളകിൻ്റെ പൊട്ട്, കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് വഴറ്റുക. നല്ല പോലെ ചുമന്ന് വരുമ്പോൾ കായപ്പൊടി ഇടുക. കായപ്പൊടി ഞാൻ 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഈ കായപ്പൊടിക്ക് നല്ലൊരു മണം വരുമ്പോൾ ഒരു 10-25 ഉള്ളി ഞാൻ നീളത്തിൽ നുറുക്കിയത് കേട്ടോ, അത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴണ്ട് വരുമ്പോൾ വഴണ്ട ശേഷം ഇത് ചീനച്ചട്ടി മാറ്റി വെച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ വാളൻപുളി, ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ട് നല്ല പോലെ ഇതിലേക്ക് അത് പിഴിഞ്ഞൊഴിച്ചു, നല്ലോണം പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. ഒരു പാകത്തിനുള്ള പുളിപ്പ് ഉണ്ടാവണം കേട്ടോ. ചില പുളിക്ക് പുളിപ്പ് തീരെ കുറവായിരിക്കും. അപ്പോൾ ഒരു മീഡിയം പുളിപ്പ് ഉണ്ടാവണം, എന്നാലേ ഈ കറി നല്ല ടേസ്റ്റായിട്ട് വരിക കേട്ടോ. ഇനി ഈ പുളിയിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ് ഇടുക, എന്നിട്ട് നല്ല പോലെ തിളപ്പിക്കുക കേട്ടോ. നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ പൊടി ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നല്ല പോലെ ഒന്നുകൂടി തിളപ്പിക്കുക. നിങ്ങൾക്ക് ഈ പൊടി ഇങ്ങനെ കട്ട കുത്തുന്ന തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ടും ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് ഒരു കുറുകാൻ തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചീനച്ചട്ടിയിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് ഇതിലേക്ക് കൊട്ടുക. ഇനി നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും ഇത് തിളപ്പിക്കണം കേട്ടോ. ഇത് നമുക്ക് കാണാം, ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുന്നത്. എന്താ പറയുക, ആ കടലപ്പരിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ കടലപ്പരിപ്പ് ഇട്ട കാരണം ഇതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഇടുക. എന്ന ശേഷം ഒന്നുകൂടി തിളപ്പിക്കുക. എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം, കാരണം നമ്മൾ ആദ്യം വറുത്തിടുമ്പോൾ വറുത്ത് ഉള്ളിയൊക്കെ വഴറ്റിയതെല്ലാം വെളിച്ചെണ്ണയിലാണല്ലോ. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ട വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.